students. Today we will learn elements and compounds. Firstly, elements. An element is a pure substance consisting of only one type of atoms and all have same number of protons. The examples: argon, oxygen, helium are elements. The representation of argon, oxygen and helium. ഇത് നമ്മൾ പറയുന്നത് മൂലകങ്ങൾ. ഒരേ എണ്ണം പ്രോട്ടോണുകളുള്ള അണുക്കൾ അഥവാ ആറ്റങ്ങൾ മാത്രം അടങ്ങിയിരിക്കുന്ന ശുദ്ധ രാസപദാർത്ഥമാണ് മൂലകം. ആർഗൺ, ഓക്സിജൻ, ഹീലിയം എന്നിവ ഉദാഹരണങ്ങളാണ്. ഇനി ആർഗൺ, ഓക്സിജൻ, ഹീലിയം അതിന്റെ പ്രതിനിധീകരണം. അപ്പൊ ഈ ഭാഗം മനസ്സിലായില്ലേ? ഇനി അടുത്തത് compounds. A compound is made up of two or more different chemical elements combined with fixed ratio. Example: water H2O, hydrogen peroxide H2O2. 2:1 is the ratio of volume in water. ഇനി രാസ സംയുക്തം. രണ്ടോ അതിലധികമോ വ്യത്യസ്ത മൂലകങ്ങൾ നിശ്ചിത അനുപാതത്തിൽ രാസബന്ധനത്തിൽ ഏർപ്പെട്ട് ഉണ്ടാകുന്ന രാസവസ്തുവാണ് സംയുക്തം അഥവാ രാസസംയുക്തം. ഉദാഹരണങ്ങൾ: ജലം H2O, ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2. ജലം 2:1 ആണ് ജലത്തിന്റെ വ്യാപ്തിയുടെ അനുപാതം. ഈ ഭാഗം മനസ്സിലായില്ലേ? ഇനി അടുത്തത് എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് കമ്പാരിസൺ. മൂലകങ്ങൾ, സംയുക്തങ്ങൾ, താരതമ്യ പഠനം. കമ്പാരിസൺ താരതമ്യം. എലമെന്റ്സ് മൂലകങ്ങൾ, കോമ്പൗണ്ട്സ് സംയുക്തങ്ങൾ. ഫസ്റ്റ് വൺ കോമ്പോസിഷൻ രൂപീകരണം. സിംഗിൾ ടൈപ്പ് ഓഫ് ആറ്റം ഏക മാതൃകയിലുള്ള ആറ്റം അതാണ് മൂലകങ്ങളിൽ കാണപ്പെടുന്നത്. അടുത്തത് മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് ആറ്റം ഒന്നിലധികം മാതൃകയിലുള്ള ആറ്റം അതാണ് സംയുക്തങ്ങളിൽ കാണപ്പെടുന്നത്. ഇനി സെക്കൻഡ് വൺ സ്ട്രക്ചർ ഘടന. പ്യൂർ സബ്സ്റ്റൻസ് ശുദ്ധമായ പദാർത്ഥം. അടുത്തതിൽ കെമിക്കലി കമ്പൈൻഡ് രാസപരമായി കൂടിച്ചേർത്തത്. തേർഡ് വൺ അറ്റോമിക് നമ്പർ അതായത് അറ്റോമിക നമ്പർ. ഡിറ്റർമൈൻസ് ഐഡന്റിറ്റി സവിശേഷത നിർണയിക്കുക. അടുത്തത് ഇറലവന്റ് അപ്രസക്തമായത്. ഇനി അടുത്ത ഉദാഹരണങ്ങളിലേക്ക് പോകാം. ഇനി അടുത്തത് എട്ടാമത്തേത് ഫോർമുല സൂത്രവാക്യം. മൂലകങ്ങളിൽ കെമിക്കൽ സിംബൽ അതായത് രാസ ചിഹ്നം അഥവാ പ്രതീകം. സംയുക്തങ്ങളിൽ കെമിക്കൽ ഫോർമുല അതായത് രാസ സൂത്രവാക്യം. എഫക്ട്സ് ഒമ്പതാമത്തേത് അതായത് ഫലങ്ങൾ. മൂലകങ്ങളിൽ സിമ്പിൾ ആണ്, ലളിതമായതാണ്. അടുത്തത് ഡിസ്റ്റിങ്ക്ട് വ്യത്യസ്തമായതാണ്. റിയാക്ടിവിറ്റി പ്രതിപ്രവർത്തന നിരക്ക് എങ്ങനെയാണെന്ന് നോക്കാം. വേരീസ് ബൈ എലമെന്റ് മൂലകത്തിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരുന്നു. സ്പെസിഫിക് കോമ്പൗണ്ട് നിശ്ചിത സംയുക്തം ആണ്. അടുത്തത് ഫോർമേഷൻ രൂപീകരണം. നാച്ചുറൽ ഓക്കറൻസ് പ്രകൃതിയിൽ നിലകൊള്ളുന്നു. അടുത്തത് കെമിക്കൽ റിയാക്ഷൻസ് രാസപ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്നു. അപ്പോ ഈ ഭാഗം മനസ്സിലായല്ലോ. ഇനി ബാക്കി ഉദാഹരണങ്ങളിലേക്ക് പോകാം. അടുത്ത താരതമ്യ പഠനങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇനി നാലാമത്തേത് കെമിക്കൽ ബോണ്ട്സ് അതായത് രാസബന്ധനം. മൂലകങ്ങളിൽ ആബ്സെന്റ് ആണ്, നിലവിലില്ല. സംയുക്തങ്ങളിൽ പ്രസന്റ് ആണ്, സാന്നിധ്യം ഉണ്ട്. പ്രോപ്പർട്ടീസ് സവിശേഷതകൾ. യുണീക് സമാനതകൾ ഇല്ലാത്തതാണ്. ഡിഫറെന്റ് ഫ്രം എലമെന്റ്സ് മൂലകങ്ങൾക്കനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. അടുത്തത് റേഷ്യോ അനുപാതം. നോ ഫിക്സ്ഡ് റേഷ്യോ നിശ്ചിത അനുപാതം ഇല്ല. ഫിക്സ്ഡ് റേഷ്യോ നിശ്ചിത അനുപാതം ഉണ്ട്. സെവൻത് വൺ സെപ്പറേഷൻ വേർതിരിക്കൽ. cannot be broken down നശിപ്പിക്കാനാവില്ല. ഈ മൂലകങ്ങളെ നശിപ്പിക്കാൻ ആവില്ല.
അടുത്തത് ക്യാൻ ബി ബ്രോക്കൺ, നശിപ്പിക്കാനാകും. സംയുക്തങ്ങളെ നശിപ്പിക്കാൻ ആകും. ഇനി നമ്മൾ തരംഗ പഠനത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് പോകുകയാണ്. 12ാമത്തേത് ക്ലാസിഫിക്കേഷൻ, വർഗീകരണം. മൂലകങ്ങളെ ലിസ്റ്റഡ് ഇൻ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിന്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത്. അടുത്തത് സംയുക്തങ്ങൾ, നോ ലിസ്റ്റഡ് ഇൻഡിവിജ്വലി. പ്രത്യേക ഒരു തരംതിരിക്കൽ അതിന് ഇല്ല. 13ാമത്തേത് അറ്റോമിക് മാസ്, അറ്റോമിക പീഠം. വേരിയസ് എമംഗ് എലമെന്റ്സ്. മൂലകങ്ങൾക്ക് അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. അടുത്തത് ഇറലവന്റ്, അപ്രസക്തമായതാണ്. അടുത്തത് സ്റ്റെബിലിറ്റി, സ്ഥിരത. മൂലകങ്ങളിൽ സ്റ്റേബിൾ ഓർ അൺസ്റ്റേബിൾ, സ്ഥിരതയുള്ളതും സ്ഥിരതയില്ലാത്തതും കാണപ്പെടുന്നു. സംയുക്തങ്ങളിൽ സ്റ്റേബിൾ, സ്ഥിരതയുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ന് പറഞ്ഞത് മൂലകങ്ങളുടെയും സംയുക്തങ്ങളുടെയും താരതമ്യ പഠനങ്ങളാണ്. അപ്പൊ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഇത് മനസ്സിലായില്ലേ? ഓക്കെ.